Hi my dear friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മുടെ ഇന്ന് ഫ്രീ IAS KS ക്ലാസ്സിൽ 17ാമത്തെ ക്ലാസ് ആണ്. അതിൽ ഇന്ന് മാത്സിന്റെ ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മാത്സിന്റെ അല്ലെങ്കിൽ സിസാറ്റിന്റെ ക്ലാസ് ആണ്. അതിലെ മൂന്നാമത്തെ ക്ലാസ് ആണ്. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലോജിക്കൽ റീസണിംഗ് എന്നുള്ള ഒരു ഏരിയയാണ്. ആ ലോജിക്കൽ റീസണിംഗിൽ നമുക്ക് ഏകദേശം 9ഓളം ടോപ്പിക് പറയാനുണ്ട്. അതിൽ ബ്ലഡ് റിലേഷൻ എന്നുള്ള ഏരിയയാണ് നമ്മൾ പറയുന്നത്. ഞാൻ സിലബസ് മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഓൾറെഡി. ഓൾറെഡി നമ്മൾ മെന്റൽ എബിലിറ്റി എന്നുള്ള ഒരു ഏരിയയിൽ സീരിയസും ക്ലാസിഫിക്കേഷൻ ഷോർട്ട് വൺ ഔട്ട് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതെടുത്ത് കാണാം. രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ലോജിക്കൽ റീസണിംഗിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത് ഈ 10 ഏരിയാസ് ആണ് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്, അല്ലെങ്കിൽ 9 ഏരിയാസ് നമ്മൾ ഇതിൽ വീഡിയോസ് ചെയ്യാം. അതിൽ ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ, റാങ്കിങ്, അരിത്മെറ്റിക് റീസണിംഗ്, ലോജിക്കൽ വെൻ ഡയഗ്രാം, നമ്പർ പസിൽ, സിലോജിസം, ക്യൂബ് ആൻഡ് ഡൈസ്, കൗണ്ടറിംഗ് ഫിഗേഴ്സ് എന്നുള്ള ഏരിയാസ് ഒക്കെ നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ അതിൽ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബ്ലഡ് റിലേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഓൾറെഡി മുമ്പുള്ള വീഡിയോസിനെയും കാണാൻ വേണ്ടി, അതുപോലെ തന്നെ നമ്മളുടെ മറ്റുള്ള സബ്ജക്റ്റുകൾ എക്കോണമി, ഹിസ്റ്ററി ഓൾറെഡി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹിസ്റ്ററി ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 11 ക്ലാസ്സോളം യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി KS-നുള്ളത്. അതുപോലെ തന്നെ എക്കോണമിയുടെ 4 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി 6 ക്ലാസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും വരും ദിവസങ്ങളിലായിട്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനൽ തന്നെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ UPSC ഏകദേശം 70-ലധികം ഫ്രീ ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഓരോ സബ്ജക്റ്റ് ആയിട്ട്. ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് എടുത്ത് കാണാൻ വേണ്ടി പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിന്റെ ഇന്ന് ഞാൻ ക്ലാസ് എന്താണ് ബ്ലഡ് റിലേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കൂടാതെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മോഡൽ ക്വസ്റ്റ്യനും പിന്നെ ബ്ലഡ് റിലേഷൻ അറിഞ്ഞിരിക്കുന്ന വെച്ച കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള PDF ആണത്. ഇവിടെ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു 5ഓളം മോഡൽ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ PDF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PDF പ്രൊവൈഡ് ചെയ്യുന്നത് ടെലിഗ്രാം ചാനലിലായിരിക്കും. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ നേരിട്ടോ എന്നെ മെസ്സേജ് അയക്കാവുന്നതാണ്. അതിനുള്ള നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. എല്ലാവരും അത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ നമ്മുടെ ഇവിടെ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ മാത്സ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ വളരെ കുറഞ്ഞ ഫീസിൽ മാത്സ് അത് PSC-ക്കും അതുപോലെ UPSC-ക്കുള്ള സിസാറ്റ് മാത്സും അതിന്റെ മറ്റുള്ള ഇംഗ്ലീഷും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ സിസാറ്റ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ജോയിൻ ചെയ്യാനും, അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് KS പഠനം നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ UPSC പഠനം നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാം PCM പ്രോഗ്രാം പ്രിലിംസ് കം മെയിൻസ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിയാനും അതിലേക്ക് ജോയിൻ ചെയ്യാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ഏരിയ ബ്ലഡ് റിലേഷൻ. ബ്ലഡ് റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അച്ഛനും മകനും തമ്മിലൊക്കെ നോക്കുമ്പോൾ ബ്ലഡ് റിലേഷൻ ആണ്. അപ്പൊ ബ്ലഡ് റിലേഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പലതരത്തിൽ പറയാൻ പറ്റും. ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ബ്ലഡ് റിലേഷൻ തന്നെ പല രീതിയിൽ. ഒന്നാമത്തെ ബ്ലഡ് റിലേഷൻ ഫ്രം പെറ്റേണൽ സൈഡിൽ നിന്നുണ്ടാവാം, അച്ഛന്റെ സൈഡിൽ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ മെറ്റേണൽ സൈഡിൽ നിന്നുണ്ടാവാം, മദറിന്റെ സൈഡിൽ നിന്ന് വരുന്ന ബ്ലഡ് റിലേഷൻസ് ഉണ്ടാവാം. ആ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജസ്റ്റ് അറിഞ്ഞായി അത്ര ക്വസ്റ്റ്യൻസിന് ആവശ്യമുള്ളതല്ല എങ്കിൽ കൂടിയും. പിന്നെ അതുപോലെ തന്നെ മെറ്റേണൽ സൈഡ് നമുക്ക് അതേപോലെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ പൊതുവെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച്, നമ്മളിപ്പം ചില റിലേഷൻസ് പറയുന്ന സമയത്ത് ഇത് എന്താണ് സൺ ഓഫ് ഫാദറോ മദറോ അങ്ങനെ പറയുമ്പോൾ അത് ബ്രദറാന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലെ. നമ്മുടെ ഫാദറിന്റെ മദറിന്റെ സൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രദർ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഡോട്ടർ, ഫാദറോ മദറിന്റെ ഡോട്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ സിസ്റ്റർ ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ അത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് റിലേഷൻസിന് ഓരോന്നിനും എന്താണ് പറയാ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അങ്കിൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫാദറിന്റെ ബ്രദർ. മെറ്റേണൽ അങ്കിൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മദറിന്റെ ബ്രദർ. ആന്റി എന്ന് പറഞ്ഞാൽ ആരാണ്? ആന്റി എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ഓഫ് ദി ഫാദർ. ഓക്കെ, ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് ഫാദർ. ആ രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന വെച്ച കാര്യങ്ങളാണ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. ഓക്കെ, ആ രീതിയിലൊക്കെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫാദർ, മദർ, ഡോട്ടർ ഇൻ ലോ, വൈഫ് ഓഫ് സൺ എന്ന് പറയുന്ന പേരാണ്. സൺ ഇൻ ലോ, ബ്രദർ ഇൻ ലോ, അതൊക്കെ വരാം. പിന്നെ ബ്ലഡ് റിലേഷനിൽ വരുന്ന കാര്യങ്ങളാണ് ഏതൊക്കെ? സിസ്റ്റർ ഇൻ ലോ, അങ്ങനെ ആ ഒരു ഏകദേശം ഒരു 10-49ഓളം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, അതൊന്ന് മനസ്സിലാക്കി വെക്കുക, വായിച്ചു വെക്കുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ വരുന്ന സമയത്ത് അവരുടെ എന്താണ് അവരെ പറയാന്നുള്ളത് അറിഞ്ഞിരിക്കണം. കാരണം ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ് ഓപ്ഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിന്റെ ഒരു സെക്കൻഡ്, നിങ്ങൾ ഒരു മിനിറ്റ് പോസ്റ്റ് ചെയ്യുക, നിങ്ങൾ അത് ആൻസർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്റെ ആൻസർ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് pointing towards a photograph. Mr. Sharma said
She is the only daughter of my mother, of my brother's sister. How is Mr. Sharma related to this lady in the photograph? ഫോട്ടോഗ്രാഫ് ഉള്ള ഒരു ആളെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതാണ്. ജസ്റ്റ് ഒരു സെക്കൻഡ് പോസ് ചെയ്യുന്നു, നിങ്ങൾ ആൻസർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കാണേണ്ടത് ആൻസർ എന്താണ്? ശർമ്മയും ആ ഫോട്ടോഗ്രാഫിലുള്ള ആളും തമ്മിലുള്ള റിലേഷൻ ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുമ്പോ ഒന്നാമത്തെ പറഞ്ഞ കാര്യം എന്താണ്? ഓൺലി ഡോട്ടർ എന്ന് അവിടെ നിൽക്കട്ടെ, നോക്കാം. ഡോട്ടർ ഓഫ് ആരുടെ? മദർ ഓഫ് മൈ ബ്രദർ സിസ്റ്റർ. മദർ ഓഫ് മൈ ബ്രദർ സിസ്റ്റർ എന്ന് പറയുമ്പോൾ ആരാണ്? അഥവാ മൈ എന്ന് പറയുമ്പോൾ ശർമ്മന്റെ ഉദ്ദേശം ശർമ്മന്റെ മദർ, ബ്രദർ സിസ്റ്ററിന്റെ മദർ ഓഫ് ദി മൈ ബ്രദർ സിസ്റ്റർ എന്ന് പറയുമ്പോൾ ആരെന്നായിരിക്കും സ്വാഭാവികമായിട്ടും വരിക? ശർമ്മന്റെ മദർ എന്നായിരിക്കും. ഓക്കെ, അപ്പൊ അത് ഉദ്ദേശിച്ച് ശർമ്മന്റെ മദറിനെ തന്നെയാണ്. അപ്പൊ ഇത് ഒഴിവാക്കി നമുക്ക് എന്ത് ചെയ്യാം? ശർമ്മന്റെ മദർ എന്നാക്കാം. ഓക്കെ ആണല്ലോ? ജസ്റ്റ് ഒരു സെക്കൻഡ് നിങ്ങൾക്ക് നോക്കാം എന്താന്ന്. ഇവിടെ പറഞ്ഞത് എന്താണ്? മദർ ഓഫ് മൈ ബ്രദേഴ്സ് സിസ്റ്റർ. അതിന്റെ അർത്ഥം എന്താണ്? ജസ്റ്റ് മീൻ ശർമാസ് മദർ. ഓക്കെ, ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ പറയുന്നത് ഇത് ഷീ ഈസ് ദ ഓൺലി ഡോട്ടർ എന്നുള്ളതിലേക്ക് വരാം. ഓൺലി ഡോട്ടർ എന്ന് പറയുമ്പോൾ മകൾ എന്നുള്ള അർത്ഥത്തിലാണ്. ആരുടെ മകൾ? മദേഴ്സ് ഓഫ് മൈ ബ്രദർ സിസ്റ്റർ. മൈ ബ്രദർ എന്ന് പറയുമ്പോൾ എന്റെ ബ്രദർ തന്നെ, എന്റെ സഹോദരൻ. എന്റെ സഹോദരന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? എന്റെ സിസ്റ്റർ. എന്റെ സിസ്റ്ററിന്റെ മദർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? എന്റെ മദർ തന്നെ ആയിരിക്കും. അപ്പൊ മദർ കിട്ടി, എന്റെ മദർ തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ശർമ്മന്റെ മദറിന്റെ ആരാന്ന് പറഞ്ഞിട്ട് ഓൺലി ഡോട്ടർ. ഓൺലി ഡോട്ടർ എന്ന് പറയുമ്പോൾ ആരാണ്? അമ്മന്റെ മകൾ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? എന്റെ സിസ്റ്റർ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അവരുടെ റിലേഷൻ എന്താണ്? ശർമ്മയും സിസ്റ്റർ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് വായിക്കുക. ഒന്ന് ഡിവൈഡ് ചെയ്തുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആ പറഞ്ഞ ടേം ഇങ്ങനത്തെ രീതിയിൽ അതാണ് ഞാൻ മുകളിൽ കൊടുത്തുള്ളത്. ഓക്കെ, ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൺലി ഡോട്ടർ ഓഫ് ദി മെറ്റേണൽ, ആ രീതിയിലൊക്കെ അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു എന്താണ് ബ്ലഡ് ട്രീ വരച്ചോണ്ട് അല്ലെങ്കിൽ എന്താണ് ഫാമിലി ട്രീ വരച്ചോണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇത് മോഡൽ ക്വസ്റ്റ്യൻസ് അടിയിലുണ്ട് കേട്ടോ, ഞാൻ തരുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Q is the brother of C. C is the sister of Q. R and D are brothers and sisters. R is the son of A, while A and C are wife and husband. How is Q related to D? Okay, അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നില്ല. ആ സമയത്ത് നിങ്ങൾ ബ്ലഡ് ട്രീ വരക്കുന്നു, അല്ലെങ്കിൽ ഫാമിലി ട്രീ വരക്കും. ഫാമിലി ട്രീ എങ്ങനെ വരക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാൻ വീണ്ടും. അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഞാനൊരു ഫാമിലി ട്രീ വരക്കുന്നത്. ഫാമിലി ട്രീ വരക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഏതൊക്കെ സിമ്പിൾസ് ആണ് നമുക്ക് പൊതുവെ ഫാമിലി ട്രീക്ക് കൊടുക്കാൻ നല്ലത്, പിന്നെ എന്ത് ചെയ്യാണ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി എപ്പോഴും നിങ്ങൾ ആ രീതി തന്നെ ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട് ചില സിമ്പിൾസ് കൊടുത്തിട്ട് ഞാൻ കാണിച്ചുതരാം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ പൊതുവെ നമ്മൾ ഏത് സിമ്പിൾ ഉപയോഗിക്കും? ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഈ സിമ്പിളാ ഉപയോഗിക്കാം. ഈ സിമ്പിൾ ഉപയോഗിക്കാം. ഓക്കെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ്. അപ്പൊ നമ്മൾ ഫാദർ മദറിനെ പറയുമ്പോഴൊക്കെ ഈ സിമ്പിളാ ഉപയോഗിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ബ്രദർ ആൻഡ് സിസ്റ്റർ ആണെങ്കിൽ ഈ സിമ്പിൾ, ബ്രദർ ആൻഡ് സിസ്റ്റർ, ഈ സിമ്പിൾ വെറും ഇങ്ങനെ സിമ്പിൾ ഇട്ടാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പാരന്റ്സ്, നമ്മളിപ്പോ പാരന്റ്സിനെ കാണിക്കാൻ വേണ്ടി ഈ പാരന്റ്സിനെ കാണിക്കാൻ വേണ്ടി എന്താ സിമ്പിൾ ഉപയോഗിക്കാം? ഇങ്ങനെ സിമ്പിൾ ഉപയോഗിക്കാം. ഓക്കെ, വെറും സിമ്പിൾ കേട്ടോ, ഇതില്ല, ഈ ഒരു സിമ്പിൾ. അതിൽ മുകളിൽ ആരായിരിക്കും? മുകളിൽ പാരന്റ് ആയിരിക്കും, താഴത്ത് കുട്ടിയായിരിക്കും ഉണ്ടാവുക. ആ രീതിയിൽ ഉപയോഗിക്കാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇനി ഫീമെയിലും മെയിലും മാറ്റി കാണിക്കാനല്ലോ. അപ്പൊ ഫീമെയിലിനെ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ഈ സിമ്പിളും, മെയിലിനെ കാണിക്കാൻ വേണ്ടി പോസിറ്റീവ് ഇട്ടുക. ഓക്കെ, ഈ രീതിയിൽ വരച്ചാൽ മതി. അപ്പൊ ഇനി ഞാൻ ആ ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ട് ഈ സിമ്പിൾ ഒന്ന് നിങ്ങൾക്ക് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ സിമ്പിള് ഇതിനാണ് ഫാമിലി ട്രീ എന്ന് പറയാം. ഇത് നമ്മൾ ഇങ്ങനെ വരച്ചോണ്ട് ഹസ്ബൻഡ് വൈഫ് ഇങ്ങനെ വരയ്ക്കാം, ബ്രദർ ആൻഡ് സിസ്റ്റർ ജസ്റ്റ് ഈ ഒരു വര മാത്രം. അപ്പൊ ഇതിനെ മുകളിലോട്ട് വരയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? പാരന്റ്സിന് വരയ്ക്കാം, മെയിലിന് എന്ത് ചെയ്യാ? പ്ലസും, ഫീമെയിലിന് എന്ത് ചെയ്യാ? മൈനസ് ഇട്ട് കൊടുക്കുക, മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലോട്ട് വരാം. ക്വസ്റ്റ്യന് നമുക്ക് എന്ത് ചെയ്യാം? എന്നിട്ട് അതിന്റെ എന്താണ് ആൻസർ നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ വരക്കാനുള്ള ബുദ്ധിമുട്ടോടെ ഞാൻ എന്ത് ചെയ്യാം? അത് വൈറ്റ് ബോർഡിലോട്ട് ആഡ് ചെയ്യാം.
ഓക്കെ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ, അപ്പൊ നിങ്ങൾ ഇനി ഒരു സെക്കൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോസ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്ത് നോക്കാം. ആണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഒരു സെക്കൻഡ് പോസ് ചെയ്യുന്നു, ആൻസർ ചെയ്യുന്നു, എന്നിട്ട് എന്റെ ആൻസർ കേൾക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ഫാമിലി ട്രീയിലോട്ട് കൊണ്ടുവരാൻ നോക്കാം. ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്യൂ ഈസ് ദ ബ്രദർ ഓഫ് സി. അപ്പൊ ക്യൂവും സിയും ബ്രദർ ആണ്, സിസ്റ്റർ ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും എന്ത് ചെയ്യാം, നമ്മൾ ക്യൂവും അതുപോലെ തന്നെ സിയും കൊടുത്ത് ക്യൂ സി കൊടുക്കാം. അതിൽ എന്ത് പറഞ്ഞിട്ട് ക്യൂ ഇസ് ദ ബ്രദർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി ക്യൂവിന്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലസ് കൊടുക്കാം. അപ്പൊ സി എന്തായി, സിസ്റ്റർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. ബ്രദർ ആൻഡ് സിസ്റ്റർ ആണെന്നുള്ളത് പറയുന്നുണ്ട്. സോ ക്യൂ ഇസ് ദ ബ്രദർ ഓഫ് സി, സി ഇസ് ദ സിസ്റ്റർ ഓഫ് ക്യൂ. അപ്പൊ നമുക്ക് അത് കറക്റ്റ് ആളെ കിട്ടി. രണ്ടുപേരും എന്താണ്, ഏതാ സിംബല കൊടുക്കേണ്ടത്, ഇങ്ങനെ കൊടുക്കേണ്ടത് അല്ലെ. നേരെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. രണ്ടാമതായിട്ട് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്, ഇവിടെ വരെ കഴിഞ്ഞു. അടുത്ത് ആർ ആൻഡ് ഡി ആർ ബ്രദർ ആൻഡ് സിസ്റ്റർ. ആർ ആൻഡ് ഡി, അപ്പൊ ആർ ആൻഡ് ഡി ഇതിലേക്ക് എങ്ങനെ കണക്ഷൻ വരും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആർ ആൻഡ് ഡി ബ്രദറും സിസ്റ്റർ ആണെന്നുള്ളത് ഇവിടെ മനസ്സിലാക്കി വെക്കാം. ആർ ആൻഡ് ഡി ആർ ബ്രദർ ആൻഡ് സിസ്റ്റർ. അപ്പൊ അത് ജസ്റ്റ് വെക്കാം. ഓക്കെ, ഇത് ആറ് ബ്രദർ ആണ്, ദി സിസ്റ്റർ ആണ്, അതോടെ എഴുതി. ഇതിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ള നമുക്ക് അടുത്ത സെന്റൻസ് വായിക്കുമ്പോഴേ കിട്ടുള്ളൂ. ആർ ഈസ് ദ സൺ ഓഫ് എ. അപ്പൊ എന്റെ സൺ ആണ്. അതേ സമയത്ത് എ ആൻഡ് സി ആർ ദ വൈഫ് ആൻഡ് ഹസ്ബൻഡ്. അപ്പൊ എയും സിയും നമ്മളെ കണക്ഷൻ കിട്ടി. എയും സിയും വൈഫും ഹസ്ബൻഡ് ആണ്. അപ്പൊ ഇവിടെ എ സി വരുന്നുണ്ട്. സി നമുക്കറിയാൻ അത് മൈനസ് ഇട്ടുകൊണ്ട് ഫീമെയിൽ ആണെന്ന് അറിയുന്നതുകൊണ്ട് ആരാ ഹസ്ബൻഡിന്റെ വൈഫ് എന്ന് അറിയാൻ ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ എ എന്തായിരിക്കും, ഹസ്ബൻഡ്. ഓക്കെ, എ ഹസ്ബൻഡും ആണ്, സി എന്താണ്, വൈഫും ആണ്. എ ഹസ്ബൻഡും സി വൈഫാണ്. നമുക്ക് ഇനി നേരത്തെ വായിച്ചൊന്നും വായിക്കാം. ആർ ഈസ് ദ സൺ ഓഫ് എ. എ എന്ന് പറയുമ്പോൾ ഇവരുടെ സിമ്പിൾ എങ്ങനെ ഇടേണ്ടത്, ഈ സിമ്പിൾ, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവരുടെ സൺ ആണ് ആര്, ആർ ആണല്ലോ, ആർ. അപ്പൊ ആർ ഈസ് ദ സൺ ഓഫ് എ എന്ന് പറയുമ്പോൾ എന്റെ സിന്റെയും മകനാണ് ആര്, ആർ. സൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർ നമുക്ക് പോസിറ്റീവ് ഇടാം. ഇനി നമുക്ക് ഫസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലോട്ട് വരാം. ആർ ആൻഡ് ഡി ഉണ്ടോ, ആർ ആൻഡ് ഡി ആർ ബ്രദർ ആൻഡ് സിസ്റ്റർ. അപ്പൊ ആറും ഡി എന്നുള്ള കണക്ഷൻ എന്താ, ആറ് ബ്രോ, ഡി എന്താണ്, സിസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ തന്ന കാര്യങ്ങൾ മൊത്തം ഫാമിലി ട്രീയിലോട്ട് നമ്മൾ ഉൾപ്പെടുത്തി. ഇത് ബ്രദർ ആൻഡ് സിസ്റ്റർ ആണെന്നുള്ള കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഈ സിമ്പിൾ ഉണ്ടാവരുത്, ഇത് ശ്രദ്ധിക്കണം കേട്ടോ, വേണ്ട, ഇവർ ബ്രദർ ആൻഡ് സിസ്റ്റർ എന്നുള്ള സിമ്പിൾ മാത്രമാണ്. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ ക്യൂ ഈസ് ക്യൂ റിലേറ്റഡ് ടു ഡി. അഥവാ നമ്മൾ കാണുന്ന ഈ ക്യൂവും ഡിയും തമ്മിൽ കണക്ഷൻ എന്താന്നുള്ളത്. ഓക്കെ, ഇത് സിസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഓൾറെഡി നമ്മളോട് എഴുതി വെച്ചതാണ് കേട്ടോ, സിസ്റ്റർ ആണ്. അപ്പൊ എന്താണ് സംഗതി നോക്ക്, ഡിയുടെ പാരന്റ്സിന്റെ അല്ലെങ്കിൽ ഡിയുടെ മദറിന്റെ ബ്രോ ആണ് ആര്, ബ്രദർ ആണ് ക്യൂ. അപ്പൊ എന്തായിരിക്കും അവരുടെ റിലേഷൻ. ഓക്കെ, ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ ഓപ്ഷൻ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ആൻസർ കിട്ടുമല്ലോ. എന്തായിരിക്കും അവരുടെ റിലേഷൻ, എന്തായിരിക്കും. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, അങ്കിൾ എന്ന് കിട്ടും. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ അതിന്റെ നിങ്ങൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ എന്തുണ്ടാവും, അതിന്റെ ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെറ്റേണൽ സൈഡിലൂടെ വരുന്ന അങ്കിളാണ് അല്ലെ. കാരണം ഡിയുടെ അമ്മയുടെ, ഓക്കെ, ഡിയുടെ അമ്മ, ഡി ആറും ബ്രദർ സിസ്റ്റർ ആണ്. അപ്പൊ അവരുടെ അമ്മയുടെ എന്താണ്, ബ്രദർ ആണ് ക്യൂ. അപ്പം ഇവരുടെ റിലേഷൻ എന്താ, അങ്കിൾ ആയിരിക്കും, മെറ്റേണൽ അങ്കിൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരത്തിൽ ഫാമിലി ട്രീ, ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓക്കെ, ഫാമിലി ട്രീ വരുന്ന വരച്ചോണ്ട് ആൻസർ ചെയ്യാം. മറ്റേത് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, ജനറൽ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഇത്ര വരക്കേണ്ട ആവശ്യം വരൂല. ആ എന്താണ് എന്നുള്ളത്, ആ ടേം ഉദ്ദേശം എന്താണെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഉത്തരം കിട്ടും. മദർ എന്ന് നേരിട്ട് പറയണതിന് പകരം എന്ത് ചെയ്യും, സിസ്റ്ററിന്റെ ആ രീതിയിലൊക്കെ പറയും. ഓക്കെ, സിസ്റ്ററിന്റെ ബ്രദറിന്റെ മദർ എന്ന് പറയും. അപ്പോൾ അതിന്റെ അർത്ഥം തന്നെ മദർ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലൊക്കെ ചിലപ്പോൾ പറയാം. നമ്മളെ നേരെ കുട്ടി എന്ന് പറയുന്നതിന് പകരം മറ്റൊരു രീതിയിൽ പറയാം. ഓക്കെ, വൈഫിന്റെ അമ്മയുടെ ഗ്രാൻഡ് സൺ എന്ന രീതിയിലൊക്കെ പറയാം, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ അത് സമയത്ത് നിങ്ങൾ എങ്ങനെയാണെന്നുള്ള മനസ്സിലാക്കാൻ ഫസ്റ്റ് പറഞ്ഞ മോഡൽ, രണ്ടാമത്തെ പറഞ്ഞ മോഡൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫാമിലി ട്രീ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാം. ഇനി ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്തു നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അത് ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ
ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് ചെയ്ത് നോക്കുക. ലോജിക്കൽ റീസണിംഗിൽ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇവിടെ ഓരോ റിലേഷൻസ് എന്താ കാണിക്കാൻ വേണ്ടിയില്ല, അതിലൊക്കെ ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ PDF ഞാൻ എന്ത് ചെയ്യാം, ടെലിഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നേരിട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ നേരിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വാട്സപ്പ് വഴിയോ ചോദിക്കാവുന്നതാണ്, ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് നോക്കണം. അപ്ലൈ എന്താ മാത്സ് നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. മാത്സ് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ഫീസേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും